2006 തുടക്കമൊക്കെ ആയപ്പോഴാണ് ചോട്ടാ മുംബൈയുടെ ആലോചന വന്നത്. അതായത് മണിയമ്പിള്ള രാജു പ്രൊഡ്യൂസ് ചെയ്യുന്നു, രാജമാണിക്യം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകൻ അൻവർ റഷീദ് സംവിധാനം ചെയ്തു. അങ്ങനെ ഒരു പ്രൊജക്റ്റാണ് പ്ലാൻ ചെയ്തത്. അതിലെ തിരക്കഥ എഴുതാൻ ബെന്നി പി നായരമ്പലം വരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയുടെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ സ്ഥിരം സിനിമകളുടെ ഒരു രീതി പൊളിച്ചെഴുതിയ ഒരു കാസ്റ്റിംഗ് ആയിരുന്നു. കാരണം സ്ഥിരമായിട്ട് സീരിയസ് റോള് അല്ലെങ്കിൽ വില്ലൻ വേഷം ചെയ്യുന്ന സിദ്ദിഖ്, സായ് കുമാർ, ഇതിലൊരു കുറച്ചൊരു കോമഡി ടൈപ്പ് ക്യാരക്ടറാണ് ചെയ്തത്. രാജൻ ബിരേവ് വില്ലൻ വേഷം ചെയ്തിരുന്ന ആളാണ്. എന്നാൽ അല്പം കോമഡി ആയിട്ടുള്ള റോളുകളൊക്കെ ചെയ്തിരുന്ന മണിച്ചേട്ടൻ അതുവരെ നമ്മൾ കാണാത്ത തരത്തിൽ ഇവരുടെ എല്ലാം എതിരാളിയായിട്ടുള്ള നടേശൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് മണിച്ചേട്ടൻ അതിൽ കൊണ്ടുവന്നത്. രണ്ടു കുട്ടികളുടെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ കുണ്ടകൾ പറയണ വാക്കല്ല, കൊല്ലുന്നു പറഞ്ഞ് നടേശൻ കൊന്നിരിക്കും. അതുപോലെ വിജയരാഘവൻ ഇതിൽ പൊതുവെ വില്ലനായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. വിജയരാഘവൻ ഇതിൽ ഒരു പോസിറ്റീവ് ക്യാരക്ടറാണ് ചെയ്തത്. വിനായകൻ അതിന് മുമ്പ് ചതിക്കാത്ത ചന്തുവിലൊക്കെ ഒരു കോമഡി റോളാണ് ചെയ്തത്. ഇതിൽ മണിച്ചേട്ടൻ്റെ ഒപ്പം ഒരു കൊടും വില്ലനായിട്ട് അഭിനയിച്ചു. അപ്പോൾ കാസ്റ്റിങ്ങിൽ തന്നെ ഒരു പുതുമ കൊണ്ടുവരാൻ അന്ന് അവർ ആലോചിച്ചിരുന്നു. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അൻവർ റഷീദിൻ്റെ ആദ്യത്തെ സിനിമയായ രാജമാണിക്യത്തെക്കുറിച്ച് പറയണം. ഞാൻ മാണിക്യം, എല്ലാരും രാജ അല്ലടേ, എല്ലാവരും രാജ.